Dear students, DBMS ലാബിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിലേക്ക് എങ്ങനെ പ്രവേശിക്കാം എന്നുള്ള ബേസിക് ആയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. അതിന് ഒന്നുകൂടി നമുക്ക് റിവൈസ് ചെയ്യാം. ഓക്കെ, ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനായി ക്രിയേറ്റ് ഡാറ്റാബേസ് നെയിം നമ്മൾ CTS3 എന്ന് കൊടുത്തിരുന്നു. അതിലേക്ക് പ്രവേശിക്കാനായി യൂസ് ഡാറ്റാബേസ് നെയിം, അതായത് നമ്മൾ കൊടുത്തത് CTS3 എന്നാണ് ഡാറ്റാബേസ് നെയിം, അത് കൊടുത്ത് സെമിക്കോളൻ ഇട്ട് എൻ്റർ ചെയ്താൽ ആ ഡാറ്റാബേസിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇനി നമ്മുടെ സിസ്റ്റത്തിൽ എത്ര ഡാറ്റാബേസ് ഉണ്ട്, MySQL ഉള്ള ഡാറ്റാബേസ് നമുക്ക് കാണാനായി ഷോ ഡാറ്റാബേസസ് സെമിക്കോളൻ അടിച്ച് എൻ്റർ ചെയ്യാം. ഇനി ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായി ആ ഡാറ്റാബേസിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സിൻടാക്സ് ആണ് ക്രിയേറ്റ് ടേബിൾ നെയിം ബ്രാക്കറ്റിനുള്ളിൽ കോളൻ നെയിം സ്പേസ് ഡാറ്റ ടൈപ്സ് again കോളൻ നെയിം സ്പേസ് ഡാറ്റ ടൈപ്പ്, അങ്ങനെ ടൈപ്പ് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ ഇടുക. ഇതാണ് അതിൻ്റെ ഒരു സിൻടാക്സ്. ഇത് വെച്ച് നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ആൾറെഡി ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിരുന്നു. എന്നിരുന്നാലും കൂടുതൽ ആട്രിബ്യൂട്ട് ആഡ് ചെയ്തുകൊണ്ട് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഇൻസേർട്ട് ക്വറിയുടെ സിൻടാക്സ് ഒന്ന് പരിചയപ്പെടാം. ഇൻസേർട്ട് ഇൻടു ടേബിൾ നെയിം കൊടുക്കുക. ഇൻസേർട്ട് ഇൻടു ടേബിൾ നെയിം ബ്രാക്കറ്റിനുള്ളിൽ കോളം 1, കോളം 2, കോളം 3 അപ് ടു കോളം n വരെ ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കുക. എന്നിട്ട് വാല്യൂസ് ബ്രാക്കറ്റിനുള്ളിൽ വാല്യൂ 1, വാല്യൂ 2, വാല്യൂ 3 അപ് ടു വാല്യൂ n വരെ കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ ഇടുക. ഇതാണ് ഇൻസേർട്ട് ചെയ്യാനുള്ള ക്വറിയുടെ സിൻടാക്സ്. ഓക്കെ, നമുക്ക് രണ്ട് രീതിയിൽ ഇൻസേർട്ട് ചെയ്യാം. അത് നമുക്കിന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, പർട്ടിക്കുലർ ഫീൽഡുകൾ മാത്രം ഇൻസേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ കഴിയും. കംപ്ലീറ്റ് ഫീൽഡുകൾ വേണം ഇൻസേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ നമുക്കൊരു 4 ഫീൽഡാണുള്ളത്. 2 ഫീൽഡുകൾക്ക് മാത്രം ഇൻസേർട്ട് ചെയ്താൽ മതിയെങ്കിൽ ആ പർട്ടിക്കുലർ കോളം മാത്രം കൊടുത്ത് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. അത് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ MySQL ഓപ്പൺ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ആ ഡാറ്റാബേസിലേക്ക് കയറാനായി യൂസ് ഡാറ്റാബേസ് നെയിം CTS3 സെമിക്കോളൻ അടിച്ച് എൻ്റർ ചെയ്യുക. അപ്പോൾ ആ ഡാറ്റാബേസിലേക്ക് ചേഞ്ച് ആയി. ഓക്കെ, ഇനി ഡാറ്റാബേസിനുള്ളിൽ നമുക്കൊരു പുതിയൊരു ടേബിൾ ഇന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡ് എന്നൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. സ്റ്റുഡൻ്റ് എന്നുള്ളൊരു ടേബിൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് പറഞ്ഞിരുന്നു. അപ്പോൾ അതേ പേരിൽ വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ ഒക്കില്ല. അപ്പോൾ സ്റ്റുഡ് എന്നുള്ള ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതിനുള്ളിൽ ഒരു ID എന്നുള്ളൊരു ഫീൽഡ് ഞാൻ ആഡ് ചെയ്യുകയാണ്. നമ്മൾ ആ സ്റ്റുഡൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഫീൽഡാണ് ID എന്നുള്ളത്. അത് ഇൻറ്റിജർ ആയി കൊടുത്തു. പ്രൈമറി കീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രൈമറി കീയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇതിലൊരു എക്സ്ട്രാ ആയി ഞാൻ ഓട്ടോ അണ്ടർസ്കോർ ഇൻക്രിമെന്റ് എന്ന ഒരു ഐറ്റം ഞാൻ കൊടുക്കുകയാണ്. കോമ സ്റ്റുഡൻസ് നെയിം വാർക്കാർ 15 നോട്ട് നൾ, അത് നൾ വാല്യൂ ആവാതിരിക്കാനായി നമ്മൾ കൊടുക്കുകയാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇതിലൊരു എക്സ്ട്രാ ആയി ഞാൻ ഡിഫോൾട്ട് എന്നുള്ള ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ഡിഫോൾട്ട് ഹരി, അതായത് നമ്മൾ എൻ്റർ ചെയ്യാതെ വിടുകയാണെങ്കിൽ ആ ഫീൽഡിൽ ഹരി എന്നുള്ള ഫീൽഡ് ഡിഫോൾട്ടായി എടുക്കാൻ വേണ്ടിയാണത്. ഓക്കെ, ഡിഫോൾട്ട് എന്നുള്ള ഒരു എക്സ്ട്രാ ആയിട്ട് നമ്മളൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയാണ്. ഗാർഡിയൻ വാർക്കാർ 20 നോട്ട് നൾ, കോമ ഇമെയിൽ വാർക്കാർ 20, കോമ ഫോൺ വാർക്കാർ 10, ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഡാറ്റ ടൈപ്പ് കൊടുത്തു നോട്ട് നൾ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ ഇട്ട് എൻ്റർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു ടേബിൾ ക്രിയേറ്റ് ആയി. ഇനി അതിൻ്റെ സ്ട്രക്ചർ കാണാനായി ഡിസ്ക്രൈബ് സ്റ്റുഡ് സെമിക്കോളൻ അടിച്ച് എൻ്റർ ചെയ്യുമ്പോൾ ആ ടേബിളിൻ്റെ സ്ട്രക്ചർ കാണാം. ഡിസ്ക്രൈബിന് പൂർണ്ണമായും അടിക്കണമെന്നില്ല. നമുക്ക് DESC സ്പേസ് സ്റ്റുഡ് സെമിക്കോളൻ അടിച്ചാലും നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ കാണാം. ഓക്കെ, ഇനി ഈ സ്ട്രക്ചറിൽ എന്തെല്ലാമാണ് എക്സ്ട്രാ വന്നിട്ടുള്ളത് എന്ന് നോക്കാം. അതിൽ ID ഇൻറ്റിജർ 11 എന്ന് വന്നിട്ടുണ്ട്. ഇൻറ്റിജർ
ഇൻഡിജർ മാത്രമാണ് കൊടുത്ത് സൈസ് ഡിഫോൾട്ടായി വരും ഇൻഡിജറിൽ. ഓക്കെ, അതിൽ നോ എന്ന് വന്നിട്ടുണ്ട്. നോട്ട് നൾ കൊടുത്തിട്ടില്ലെങ്കിലും പ്രൈമറി കീ കൊടുത്തത് കൊണ്ട് അത് നോ എന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, അതിൽ എക്സ്ട്രാസിൽ ഓട്ടോ ഇൻക്രിമെന്റ് എന്ന് വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കായി 1 2 3 എന്ന് വരാൻ വേണ്ടിയാണ്. നമ്മൾ ID കൊടുത്തില്ല എങ്കിൽ ഓട്ടോ ഇൻക്രിമെന്റ് ആക്റ്റീവ് ആവും എന്നുള്ളതാണ് അതുകൊണ്ടുള്ള ഗുണം. ഓക്കെ, ഇനി സ്റ്റുഡൻസ് നെയിം വാക്കാർ 15 നോട്ട് നൾ കൊടുത്തത് കൊണ്ട് നോ വന്നു. അത് ബ്ലാങ്ക് ആയി വിടാൻ പറ്റില്ല, മാൻഡറ്ററി ഫീൽഡ് ആണ്. അതിൽ നമ്മൾ കൊടുത്തില്ല എങ്കിൽ ഡിഫോൾട്ടായി ഹരി എന്നുള്ള പേര് എടുക്കാൻ വേണ്ടിയാണ് ഡിഫോൾട്ട് വാല്യൂ കൊടുത്തത്. ഇനി ഗാർഡിയൻസ് വാക്കാർ 20 നോട്ട് നൾ കൊടുത്തിട്ടുണ്ട്, മാൻഡറ്ററി ഫീൽഡ് ആണ്. ഇമെയിൽ ID ചിലർക്ക് ഉണ്ടാവില്ല, അപ്പോൾ അത് മാൻഡറ്ററി ഫീൽഡായി കൊടുത്തിട്ടില്ല. ഓക്കെ, ഇങ്ങനെയാണ്. ഇനി അതൊന്ന് അതിലേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഇൻസേർട്ട് ഇൻടു സ്റ്റുഡ് ബ്രാക്കറ്റിനുള്ളിൽ നമുക്ക് ID ഓൾറെഡി ഓട്ടോ ഇൻക്രിമെന്റ് കൊടുത്തിട്ടുണ്ട്. ആ ഫീൽഡ് നമുക്ക് കൊടുക്കാതെ എൻ്റർ ചെയ്ത് നോക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായി 1 2 3 എന്ന് വരും എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ സ്റ്റുഡൻസ് നെയിം കൊടുക്കാം. സ്റ്റുഡൻസ് അണ്ടർസ്കോർ നെയിം എന്നാണ് കൊടുത്തിരിക്കുന്നത്. കോമ ഗാർഡിയൻ കോമ ഇമെയിൽ കോമ ഫോൺ കോമ നമുക്ക് വേണമെങ്കിൽ ഫോൺ എന്നുള്ളത് അവോയ്ഡ് ചെയ്ത് നോക്കാം. ഫോൺ എന്നുള്ള ഫീൽഡ് നോട്ട് നൾ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അതില്ലാതെ എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. DOB ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് വാല്യൂസ് ബ്രാക്കറ്റിനുള്ളിൽ നമുക്ക് വാല്യൂസ് കൊടുക്കാം. സിംഗിൾ കോട്ട്സ് ദീപു കോമ സിംഗിൾ കോട്ട്സിനുള്ളിൽ ഗാർഡിയൻസ് നെയിം കൃഷ്ണൻ കോമ ഇനി അടുത്ത ഫീൽഡ് ഇമെയിൽ ID deepu@gmail.com കോമ YYYMMDD എന്ന ഫോമാറ്റിൽ തന്നെ നമ്മൾ കൊടുക്കണം. ബ്രാക്കറ്റ് ഇട്ടു സെമികോളൻ ഇട്ടു ഒന്ന് ചെക്ക് ചെയ്യാം. ഇൻസേർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇൻസേർട്ട് ഇൻടു സ്റ്റുഡൻസ് നെയിം ഗാർഡിയൻ ഇമെയിൽ ഡേറ്റ് ഓഫ് ബർത്ത് വാല്യൂസ് ദീപു സിംഗിൾ കോട്ട്സിൽ കൊടുക്കണം. ഗാർഡിയൻ ഇമെയിൽ ID സിംഗിൾ കോട്ട്സ് കൊടുക്കണം. കോമ ഡേറ്റ് ഓഫ് ബർത്ത് സിംഗിൾ കോട്ട്സ് ക്ലോസ് ചെയ്തു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു സെമികോളൻ. ഓക്കെ, ഇനി സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡ് എന്ന് കൊടുത്ത് സെമികോളൻ എൻ്റർ ചെയ്യുമ്പോൾ അതിലുള്ള വാല്യൂസ് നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, നമ്മൾ ഇൻസേർട്ട് ചെയ്ത സ്റ്റുഡൻസ് നെയിം വന്നിട്ടുണ്ട്. അതിന് പുറമെ ID 1 ആയി എടുത്തിട്ടുണ്ട്. ഓട്ടോ ഇൻക്രിമെന്റ് കൊടുത്തുകൊണ്ടാണ് അത് സംഭവിച്ചത്. ഓക്കെ, ഇനി ഫോൺ നമ്പർ നമ്മൾ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നൾ അവിടെ അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഫോൺ നമ്പർ നോട്ട് നൾ കൊടുക്കാത്തതുകൊണ്ടാണ് നൾ വാല്യൂ അവിടെ അക്സെപ്റ്റ് ചെയ്തത്. അത് മാൻഡറ്ററി ഫീൽഡ് അല്ലാത്തതുകൊണ്ട് അങ്ങനെ വരാൻ കാരണം. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ടേബിളിലേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നത്. ഇനി വേറൊരു മെത്തേഡിൽ ഇൻസേർഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്റ്റുഡൻസ് നെയിം ഡിഫോൾട്ടായി നമ്മൾ ഹരി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. ഓക്കെ, ID ഓൾറെഡി നമ്മൾ ഓട്ടോ ഇൻക്രിമെന്റ് ആയതുകൊണ്ട് അത് കൊടുത്തില്ല. സ്റ്റുഡൻസ് നെയിമും
നമ്മൾ കൊടുക്കുന്നില്ല. ഗാർഡിയൻസ് നെയിം, ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പർ നമുക്ക് നേരത്തെ നൾ വാല്യൂ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നോക്കാനായിട്ടാണ് നമ്മളത് അവോയ്ഡ് ചെയ്ത് നോക്കിയത്. ഇപ്പോൾ ഫോൺ നമ്പർ ആഡ് ചെയ്ത് ഡേറ്റ് ഓഫ് ബർത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, വാല്യൂസ് ജിജി സിംഗിൾ കോട്ട്സിൽ കൊടുത്തു, ഗാർഡിയൻസ് നെയിം ചേഞ്ച് ചെയ്ത് കൊടുക്കാം, അതും സിംഗിൾ കോട്ട്സിൽ കൊടുക്കണം. വാർക്കാർ ആയതുകൊണ്ട് സിംഗിൾ കോട്ട്സിൽ കൊടുക്കണം. രാമൻ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സ് ക്ലോസ് ചെയ്ത് നമുക്ക് നെയിം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ജിജി എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. സ്റ്റുഡൻസ് നെയിം നമ്മൾ കൊടുക്കാതെയാണ് ചെക്ക് ചെയ്തത്, അതുകൊണ്ട് ഗാർഡിയൻസ് നെയിം കൊടുക്കുക, കോമ ഇമെയിൽ ഐ ഡി ചേഞ്ച് ചെയ്ത് കൊടുത്തു, സിംഗിൾ കോട്ട്സ് ക്ലോസ് ചെയ്തു, കോമ ഫോൺ നമ്പർ 10 ഡിജിറ്റിനുള്ളിൽ കൊടുക്കണം. വാർക്കാർ 10 ആണ് സൈസ് കൊടുത്തിരിക്കുന്നത്, സോ 10 ഡിജിറ്റിനുള്ളിൽ കൊടുക്കണം, കോമ ഡേറ്റ് ഓഫ് ബർത്ത് ആ സെയിം ഫോമാറ്റിൽ കൊടുക്കണം, YYYMMTD എന്നുള്ള ഫോമാറ്റിൽ കൊടുക്കണം. ഓക്കെ, സിംഗിൾ കോട്ട്സ് ക്ലോസ് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഇൻസേർട്ട് ഇൻ ടു സ്റ്റുഡ് ബ്രാക്കറ്റിനുള്ളിൽ ഗാർഡിയൻസ് നെയിം, ഇമെയിൽ ഐ ഡി, ഫോൺ, ഡേറ്റ് ഓഫ് ബർത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, വാല്യൂസ് സിംഗിൾ കോട്ട്സിനുള്ളിൽ എല്ലാം കറക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്തിട്ട് എൻ്റർ ചെയ്യുക, അതാണ് നല്ലത്. അപ്പോൾ ഇത് ബ്രാക്കറ്റോ സെമി കോളനോ കോമയോ എന്തെങ്കിലും മിസ്സിംഗ് ആണെങ്കിൽ അത് എറർ കാണിക്കും. സോ വി നീഡ് ടു ചെക്ക് അഗെയിൻ ആൻഡ് അഗെയിൻ, ദെൻ എൻ്റർ. ഓക്കെ, ഇപ്പോൾ കുറേ ഓക്കെ ആയി, ഇൻസേർഷൻ ഓക്കെ ആയി. ഇനി സെലക്ട് സ്റ്റാർട്ട് ഫ്രം സ്റ്റുഡ് എന്ന് കൊടുത്താൽ അതിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്ത വാല്യൂസ് നമുക്ക് കാണാം. ഓക്കെ, ഇപ്പോൾ ഇത് നോക്കുക, ഓട്ടോ ഇൻക്രിമെന്റ് 2 വന്നിട്ടുണ്ട്, ഐ ഡി നെയിം ഹരി, ഡിഫോൾട്ട് വാല്യൂ ആയ ഹരി അവിടെ വന്നിരിക്കുകയാണ്. നമ്മൾ സ്റ്റുഡൻറ് നെയിം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, സോ ഗാർഡിയൻസ് നെയിം വന്നു, ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പർ വന്നു, ഡേറ്റ് ഓഫ് ബർത്ത് ആ ഫോമാറ്റിൽ തന്നെയാണ് വരുന്നത്. ഇങ്ങനെയാണ് ഒരു ടേബിളിലേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നത്. ഇനി വേറൊരു രീതിയിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇൻസേർട്ട് ഇൻ ടു സ്റ്റുഡൻറ് ഐ ഡി, നമുക്കൊന്ന് നമ്മുടേതായ ഓൺ ഐ ഡി ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സ്റ്റുഡൻസ് നെയിമും ആഡ് ചെയ്യുന്നു, കോമ ഗാർഡിയൻ, ഇമെയിൽ, കോമ ഫോൺ, ഡേറ്റ് ഓഫ് ബർത്ത്, വാല്യൂസ്. നമുക്ക് ഐ ഡി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് 101 എന്ന് കൊടുത്തു. അത് ഇൻഡിജർ ആയതുകൊണ്ട് കോട്ട്സിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ക്യാരക്ടർ, വാർക്കാർ തുടങ്ങിയതിനാണ് നമ്മൾ സിംഗിൾ കോട്ട്സിൽ കൊടുക്കുന്നത്. നെയിം ജിജി എന്ന് സിംഗിൾ കോട്ട്സിൽ കൊടുത്തു, കോമ ഇട്ടു. ഗാർഡിയൻസ് നെയിം നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം, ഗാർഡിയൻ്റെ പേര് ഗോപി എന്ന് കൊടുത്തു, സിംഗിൾ കോട്ട്സ് ക്ലോസ് ചെയ്ത് കോമ. ഇമെയിൽ ഐ ഡിയും ചേഞ്ച് ചെയ്ത് കൊടുക്കാം, gg@gmail.com. ഫോൺ നമ്പറും 10 ഡിജിറ്റിനുള്ളിൽ എൻ്റർ ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്തും ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നേരത്തെയുള്ള ഇയറിന് അതേ സെയിം ഫോമാറ്റിൽ തന്നെ കൊടുക്കണം. ഓക്കെ, കൊടുത്ത് സിംഗിൾ കോട്ട്സ് എല്ലാം കറക്റ്റ് അല്ലേ എന്ന് നോക്കുക, ബ്രാക്കറ്റ് സെമി കോളൻ എന്നെല്ലാം കറക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, സ്റ്റുഡൻസ് നെയിം, ഗാർഡിയൻ, ഇമെയിൽ, ഫോൺ, ഡേറ്റ് ഓഫ് ബർത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, വാല്യൂസ്. ഓക്കെ, എവരിത്തിങ് ഓക്കെ, ദെൻ എൻ്റർ. ഇപ്പോൾ ഇൻസേർഷൻ നടന്നിരിക്കുന്നു. ഇനി സെലക്ട് സ്റ്റാർട്ട് ഫ്രം സ്റ്റുഡ് എന്ന് കൊടുക്കുമ്പോൾ സ്റ്റുഡ് സെമിക്കോൺ
ഇപ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്ത 3 റോയും വന്നിട്ടുണ്ട്. 101 ജിജി, ഗോപി, അല്ലേ, എല്ലാ ഇൻഫർമേഷനും വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഷോ ടേബിൾസ് എന്ന് കൊടുത്ത് നോക്കാം ഇനി. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിൾസ് നമുക്ക് വ്യൂ ചെയ്യാവുന്നതാണ്. സ്റ്റുഡ്, സ്റ്റുഡൻറ്, സ്റ്റുഡൻറ് 1, സ്റ്റുഡൻസ് തുടങ്ങിയ ടേബിൾ ഉണ്ട്. നമുക്ക് ഇതിൽ നിന്നും ഒരു ടേബിള് ഡിലീറ്റ് ചെയ്യുന്നത്, ടേബിൾ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാൻ ഉള്ളത്. സോ ഒരു ടേബിളിലെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഡിസ്ക്രൈബ്, DESC സ്പേസ് സ്റ്റുഡൻറ്, സ്റ്റുഡൻറ് 1 സെമിക്കോളൻ. എൻ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ കാണാം. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ് 1 സെമിക്കോളൻ. അതിലുള്ള വാല്യൂസ് നമുക്ക് ഷോ ചെയ്യാവുന്നതാണ്. അപ്പം സ്റ്റുഡൻറ് 1ലുള്ള വാല്യൂസ് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇനി സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡ്, അതിലുള്ള വാല്യൂസും ഫീൽഡുകളും നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് വ്യൂ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. അപ്പം ഈ ഫീൽഡ് 101 ജിജി എന്നുള്ള സ്റ്റുഡൻറ്റിനെ നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അതിന് ഡിലീറ്റ് കമാൻഡാണ് ഉപയോഗിക്കേണ്ടത്. ഡിലീറ്റ് സ്പേസ് 101 ജിജി എന്നുള്ള ആ ഒരു റോ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഡിലീറ്റ് ഫ്രം സ്റ്റുഡ് എന്നുള്ള ടേബിൾ വെയർ ID equal to 101 സെമിക്കോളൻ ഇടുക. എൻ്റർ ചെയ്യുമ്പോൾ ക്വറി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡ് സെമിക്കോളൻ. എൻ്റർ ചെയ്യുമ്പോൾ 101 എന്നുള്ള ജിജി ടേബിളിൽ നിന്നും റിമൂവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു സ്റ്റുഡൻറ്റിന് അല്ലെങ്കിൽ ഒരു റോ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലായല്ലോ. ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കേണ്ടതാണ്. ഓക്കെ, ഇനി ഡിലീറ്റ് ഫ്രം സ്റ്റുഡ് സെമിക്കോളൻ കൊടുത്താൽ ഇപ്പോൾ ഡിലീറ്റ് കുറെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 റോസ് അഫക്റ്റഡ് എന്ന് വന്നു. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡ് എന്ന് അടിക്കുമ്പോൾ empty സെറ്റ് എന്നാണ് കാണുന്നത്. അതായത് സ്റ്റുഡ് എന്നുള്ള ടേബിളിലെ വാല്യൂസ് എല്ലാം പോയി. ഇപ്പോൾ ഡിലീറ്റ് ഫ്രം സ്റ്റുഡ് എന്ന് കൊടുത്താൽ ആ സ്റ്റുഡ് ടേബിളിലുള്ള വാല്യൂസ് എല്ലാം തന്നെ റിമൂവ് ആയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ സ്ട്രക്ചർ പോയിട്ടില്ല. സ്ട്രക്ചർ ഇപ്പോഴും ഉണ്ട്. ഇനിയും നമുക്ക് ആ ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഷോ ടേബിൾസ് എന്ന് കൊടുക്കുമ്പോഴും സ്റ്റുഡ് എന്നുള്ള ടേബിൾ ഉണ്ട്. ഇങ്ങനെയാണ് ഡിലീറ്റ് കമാൻഡ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഡിലീറ്റ് കമാൻഡ് എങ്ങനെയാണ് ഡിലീറ്റ് കമാൻഡ് ഉപയോഗിച്ച് റോ, ഒരു പർട്ടിക്കുലർ റോ മാത്രം റിമൂവ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഇനി ഡിസ്ക്രൈബ് സ്റ്റുഡൻറ് 1 സെമിക്കോളൻ. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ കണ്ടു. ഇനി ആ ടേബിളിൽ എന്തെല്ലാം കണ്ടൻസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ് 1 സെമിക്കോളൻ. എൻ്റർ ചെയ്യുമ്പോൾ അതിൽ വാല്യൂസ് നമുക്ക് വ്യൂ ചെയ്തു. അപ്പോൾ ഇത്രയും വാല്യൂസ് അതിലുണ്ട്. ഇനി ഈ ടേബിളിൽ നമുക്ക് ഡിലീറ്റ് പകരം ഡ്രോപ്പ് കമാൻഡ് ഉപയോഗിക്കാം. ഡ്രോപ്പ് ടേബിൾ സ്റ്റുഡൻറ് 1 സെമിക്കോളൻ ഇട്ട് സ്റ്റുഡൻറ് 1 ഈ ടേബിൾ സെമിക്കോളൻ ഇട്ട് എൻ്റർ ചെയ്യുമ്പോൾ കുറി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, റോ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ് 1 സെമിക്കോളൻ ഇട്ട് എൻ്റർ ചെയ്യുമ്പോൾ ടേബിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് കാണാം. ഇനി അതിൻ്റെ സ്ട്രക്ചർ ചെക്ക് ചെയ്ത് നോക്കാം. ഡിസ്ക്രൈബ് DESC സ്റ്റുഡൻറ് 1 സെമിക്കോളൻ അടിച്ച് എൻ്റർ ചെയ്യുമ്പോൾ ടേബിളും നിലവിലില്ല. അതായത് സ്ട്രക്ചറും അതിലെ കണ്ടന്റും എല്ലാം ഡ്രോപ്പ് ചെയ്താൽ നമുക്ക് നഷ്ടപ്പെടും.
അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു ടേബിളിനെ റിമൂവ് ചെയ്യണമെങ്കിൽ, ഡാറ്റാബേസിൽ നിന്ന് കളയണമെങ്കിൽ ഡ്രോപ്പ് കമാൻഡ് ഉപയോഗിക്കാം എന്ന് മനസ്സിലായി.